ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്ന തൈറോയ്ഡ് ആൻറ്റിബോഡീസിനെ പറ്റിയാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ റൂട്ടീനായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന TSH, T3, T4 ആണ്. തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവലാണ്. അപ്പം ചില കേസുകൾ നമ്മൾ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതെന്തിനാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ്, കർമ്മ മെഡിക്കൽ സെൻ്റർ, പാലാ. തൈറോയ്ഡ് ആൻറ്റിബോഡീസ് 3 ടൈപ്പാണുള്ളത്. ഒന്ന് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ആൻറ്റിബോഡീസ്, തൈറോയ്ഡ് പെറോക്സൈഡേസ് ആൻറ്റിബോഡീസ്, പിന്നെ തൈറോയ്ഡ് ഹോർമോൺ റിസപ്റ്റർ സ്റ്റിമുലേറ്റിംഗ് ആൻറ്റിബോഡി. ഇങ്ങനെ 3 ടൈപ്പ് ആൻറ്റിബോഡീസാണുള്ളത്. ഈ ആൻറ്റിബോഡീസ് പലപ്പോഴും നമുക്ക് അറിയാം, ഓട്ടോഇമ്യൂൺ തൈറോയ്ഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആൻറ്റിബോഡീസ് ഉണ്ടാകും. അതായത് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് എഗൻസ്റ്റായിട്ട് ബോഡിയിൽ തന്നെ ആൻറ്റിബോഡീസ് ഉണ്ടാകും. അപ്പം പലപ്പോഴും അത് ഹൈപ്പോതൈറോയിഡിസോ ഹൈപ്പോതൈറോയിഡിസോ ഉണ്ടാകും, അങ്ങേയറ്റം ഇങ്ങേറ്റം. അതായത് ഹോർമോൺ കുറവും ഹോർമോൺ എക്സസുമായിട്ട് വരാം. അപ്പം പലപ്പോഴും നമ്മൾ തൈറോയ്ഡ് ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഈ തൈറോയ്ഡ് ആൻറ്റിബോഡീസാണ്. അപ്പം നമ്മൾ പലരിലും നമ്മൾ 75 മൈക്രോഗ്രാം കൊടുത്തു, 100 മൈക്രോഗ്രാം കൊടുത്തു, TSH നോർമലാക്കി, T3 നോർമലായി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇടയ്ക്ക് നിർത്തി കഴിയുമ്പോൾ വീണ്ടും മുന്നോട്ട് വരുന്നതാണ്, ഹൈപ്പോതൈറോയിഡിലേക്ക് പോകുന്നതാണ്, TSH കൂടും. അപ്പം നമ്മൾ പലപ്പോഴും തൈറോയ്ഡ് ആൻറ്റിബോഡീസ് നോക്കുമ്പം ഇതിൽ വ്യത്യാസം കാണും. തൈറോയ്ഡ് ആൻറ്റിബോഡീസ് ഹൈ ആയിരിക്കും. അപ്പം തൈറോയ്ഡ് ആൻറ്റിബോഡീസ് വേണമെങ്കിൽ തൈറോയ്ഡ് ക്യാൻസർ ആണെന്ന് അർത്ഥമില്ല. തൈറോയ്ഡ് ക്യാൻസർ നമ്മൾ പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കണം. അത് സർജറി കഴിഞ്ഞിട്ട് എക്സിഷൻ നടത്തിയിട്ട് ബയോപ്സിക്ക് വിട്ടാൽ അറിയാൻ പറ്റും. പലപ്പോഴും തൈറോയ്ഡ് ആൻറ്റിബോഡീസിനും പറയാം. അപ്പോൾ ഓട്ടോമിയൻ തൈറോയ്ഡൈറ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പോതൈറോയിഡ്സ് അല്ലെങ്കിൽ ടോക്സിക് നോഡ്യൂളുണ്ട്, അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡ്സ് ആണെന്ന് മാത്രമേ അറിയാൻ പറ്റൂ. അതിന് നമ്മൾ TSH, ഫ്രീ T4, T3 ഒക്കെ നോക്കാം. അപ്പോൾ അതുകൂടാതെ തൈറോയ്ഡ് ആൻറ്റിബോഡീസ്, ഈ പറഞ്ഞ തൈറോയ്ഡ് പെറോക്സൈഡേസ്, തൈറോയ്ഡ് ഗ്ലോബൽ ആൻറ്റിബോഡീസ്, തൈറോയ്ഡ് ഹോർമോൺ റിസപ്റ്റർ സ്റ്റിമുലേറ്റിംഗ് ആൻറ്റിബോഡി, ഈ 3 ആൻറ്റിബോഡീസ് നമ്മൾ റൂട്ടീനാണ് നമ്മൾ നോക്കാമല്ലോ. കാരണം ചിലവേറിയതാണ്. സാധാരണ നമ്മൾ TSH, T3, ഫ്രീ T4 ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ മറ്റേ നമ്മൾ നോക്കുന്ന കണ്ടീഷൻ പലപ്പോഴും തൈറോയ്ഡ് നമ്മൾ നല്ല അളവിൽ തൈറോയ്ഡ് ഹോർമോൺ റിപ്ലേസ്മെൻറ്റ്, അതായത് തൈറോയ്ഡോമ അല്ലെങ്കിൽ എൽട്രോക്സിനൊക്കെ നമ്മൾ കൊടുത്തു, 100 കൊടുത്തു, 150, 200 കൊടുത്തിട്ട് നമുക്ക് TSH കൊണ്ടുവരാൻ നോർമലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ചിലപ്പം കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ തിരിച്ചു കയറുന്നു, ഭയങ്കരമായിട്ട് 50 അല്ലെങ്കിൽ 200ലേക്കൊക്കെ TSH പോകും. അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് നോക്കണം. കാരണം ഈ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്ന നോഡ്യൂൾ അവിടെയുണ്ട്, ടോക്സിൻ നോഡ്യൂൾസ് ഉണ്ട്. ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡ്സ് ആയിരിക്കും, തൈറോയ്ഡ് ഹോർമോൺ എക്സസ് ആയിരിക്കും നോഡ്യൂൾ ഉണ്ടാകുന്നത്. ഒരു ബിനൈൻ നോഡ്യൂൾ ഇരുന്ന്, ക്യാൻസർ അല്ല, ഒരു ബിനൈനായിട്ടൊരു നോഡ്യൂൾ ഇരുന്ന് ഈ ഗ്രന്ഥിയിലിരുന്ന് ഹോർമോൺസ് എക്സസൈസ് ഉണ്ടാകും. അങ്ങനെയുള്ളപ്പോഴും ഹൈപ്പർ തൈറോയിഡ്സ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പാടാം. പല കേസിലും എൻ്റെ അനുഭവത്തിൽ പോലും പലർക്കും ആൻറ്റി തൈറോയ്ഡ് മെഡിക്കേഷൻ ഹൈപ്പർ തൈറോയിഡ്സ് കൊടുത്തിട്ട്, കാർമിയോസോൾ കൊടുത്തിട്ട്, അല്ലെങ്കിൽ നിയോമർക്കസോളൊക്കെ കൊടുത്തിട്ട് കൺട്രോൾ ചെയ്യാൻ പാടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും അവർ തൈറോയ്ഡ് ആൻറ്റിബോഡീസാണ് പ്രശ്നം. അപ്പോൾ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് നമുക്ക് സ്റ്റിറോയിഡ് കൊടുത്താൽ മറ്റു കാരണങ്ങളൊന്നും നമുക്ക് നിർത്താൻ പറ്റിയില്ല. ഹൈപ്പർ തൈറോയ്ഡ് ആണെങ്കിൽ ആൻറ്റി തൈറോയ്ഡ് കൊടുക്കുക, ഹൈപ്പോ ആണെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒത്തിരി ഹൈപ്പർ തൈറോയ്ഡ് ആണെങ്കിൽ നമ്മൾ റേഡിയോയിഡിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ക്യാൻസർ ആണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാറുണ്ട്, ഫോളോ അപ്പ് ഇരിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും ഇതൊരു വില്ലൻ തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഹഷിമോട്ടോ തൈറോയിഡ്സിന് രണ്ടും കാണാം, ഹൈപ്പോ തൈറോയിഡിസും കാണാം, ഹൈപ്പറും കാണാം. അതേപോലെ ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസ്, അല്ലാതെ നമുക്കൊരു ഇൻഫ്ലമേഷൻ വന്നിട്ട് അസുഖം വന്നിട്ടും തൈറോയിഡൈറ്റിസ് വന്നാൽ ഇതേ കണ്ടീഷൻ ഉണ്ടാകും. അപ്പം തൈറോയ്ഡ് ആൻറ്റിബോഡീസ് നമ്മൾ റൂട്ടീനായിട്ട് നോക്കിയല്ല, ഇങ്ങനെ പലപ്പോഴും നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ റിപ്ലേസ് ചെയ്തിട്ടും നമുക്ക് നോർമലാക്കാൻ പറ്റാത്ത കണ്ടീഷൻസിലാണ്, സിംറ്റമാറ്റിക്കാണ് പേഷ്യൻസ്, അങ്ങനെയുള്ള സാഹചര്യം മാത്രമേ നോക്കാറുള്ളൂ. അതനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളൂ. താങ്ക് യു.